കണ്ടക്ടർ ജോലിക്ക് വേണ്ടി കാത്തിരുന്നവരെ പറഞ്ഞു പറ്റിച്ച KSRTC മാനേജ്മെന്റ്. കണ്ടക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കാൻ താൽക്കാലികക്കാരെ നിയമിക്കാനുള്ള ഉത്തരവാണ് ദിവസങ്ങൾക്കുള്ളിൽ മരവിപ്പിച്ചത്. മറ്റു ജോലികൾ ഉപേക്ഷിച്ച് കണ്ടക്ടർ ജോലി സ്വപ്നം കണ്ട ഒട്ടേറെ പേരുടെ പ്രതീക്ഷയും പ്രതിസന്ധിയിലായി. പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാര്യം എനിക്ക് ഓട്ടോ ഓടിക്കാനുള്ള ആരോഗ്യവും അല്ലെങ്കിൽ അത് അറിയുമെങ്കിലും ഉണ്ട്. ഞാൻ അങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലും ഇല്ലാത്ത ഒരുപാട് ഞങ്ങളെ സുഹൃത്തുക്കളുണ്ട്. അവർ പല ബുദ്ധിമുട്ടിലാണ്. തിരിച്ച് കയറിയാൽ സ്വർഗം പോലെ കരുതുന്ന ഒരുപാട് തൊഴിലാളികൾ ഞങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും ഇങ്ങനെയാണ്. KSRTCയോടുള്ള ഇഷ്ടമാണ് ആ ജോലിയിലേക്ക് വീണ്ടും കയറാനുള്ള തിരുവനന്തപുരം ആനാട് സ്വദേശി അരുൺകുമാറിന്റെ പ്രചോദനം. 2008 മുതൽ 2018 വരെ അരുൺ കണ്ടക്ടറായിരുന്നു. 2018 കോടതി ഉത്തരവിനെ തുടർന്ന് അരുൺകുമാറിനെ പോലെയുള്ള പാനലുകാരെ KSRTC പിരിച്ചുവിട്ടത്. 2020 ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കാൻ ബദലി ജീവനക്കാരായി ഇവരെ തിരിച്ചെടുത്തു തുടങ്ങി. ബദലി ലിസ്റ്റിൽ നിന്ന് ശബരിമല സ്പെഷ്യൽ സർവീസുകൾക്കായി കണ്ടക്ടർമാരെ എടുക്കുന്നതിനുള്ള ഉത്തരവാണിത്. ഈ മാസം 16 ഇറങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഉത്തരവ് 3 ദിവസം മുമ്പ് മരവിപ്പിച്ചു. വീണ്ടും ജോലി കിട്ടുമെന്നുറപ്പിച്ച് ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ ഉപേക്ഷിച്ചവർ കൂടുതൽ കുരുക്കിലായി. യൂണിഫോം വരെ തയ്ച്ചു വെച്ച് KSRTCയിലേക്ക് വീണ്ടും കയറാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് അരുണിനെ പോലെയുള്ളവർക്ക് KSRTCയുടെ തീരുമാനം പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇവരെ ഒന്നും ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുത്. തൊഴിലാളി വിരുദ്ധ സമീപനവും സാമൂഹ്യ വിരുദ്ധവുമാണ്. ഈ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്ന ജോലിയും നഷ്ടപ്പെട്ട് വീണ്ടും KSRTCയിലേക്ക് വന്നു ചേർന്നതാണ്. അപ്പോൾ അവരെ പുനർനിയമിക്കുന്നതിനുള്ള അടിയന്തരമായ ഇടപെടലുകൾ KSRTCയുടെ ഭാഗത്തുനിന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ആദ്യ ഉത്തരവ് മരവിപ്പിക്കാനുള്ള കാരണം വ്യക്തമല്ല. വെറും ഈ വാട്സപ്പ് സന്ദേശം കൊണ്ട് KSRTC പണി ഒതുക്കി. പലരും ജോലിയിൽ കയറാൻ ഡിപ്പോയിലെത്തിയപ്പോഴാണ് ഉത്തരവ് പിൻവലിച്ച വിവരം പോലും അറിയുന്നത്. ഏറ്റവും വലിയ തൊഴിലാളി വർഗ സർക്കാർ എന്ന് അവകാശപ്പെടുന്നവർ തന്നെ സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് ഈ തൊഴിൽ വിരുദ്ധ സമീപനം. തൊഴിലാളി സംഘടനകൾക്കും മിണ്ടാട്ടമില്ല, പ്രതിഷേധമില്ല, സമരമില്ല. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.